തുടങ്ങാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അവിടെ ഇരിക്കട്ടെ. എന്തെല്ലാം ആയിരുന്നു? 24,000 കോടി വിഴിഞ്ഞം സ്പെഷ്യൽ പാക്കേജ്, എയിംസ്, വയനാട് ദുരന്ത പാക്കേജ്, റബ്ബർ കൈത്താങ്, തൊഴിലുറപ്പ്. അമ്പട കുളുസു. അങ്ങനെ ഇപ്പോൾ സുഖിക്കണ്ട. നിർമ്മലാമ്മ ശരിക്കും ഇപ്പോൾ അമ്മായിയമ്മയായി കേരളത്തിനോട്. എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പിന്നെന്താ പറയൂ. ഇവന്റെ വീട്ടില് മുഴുവൻ പട്ടിണിയാണ്. അല്ല, എങ്ങനെ ആകാതിരിക്കും? കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? മോൻ ചത്താലും വേണ്ടൂല, മരുമോളുടെ ശവം കണ്ടാ മതീന്ന്. വല്ലാത്ത അവസ്ഥയാണേ. കേരളത്തിന് ഇപ്പൊ കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളതൊട്ട് കിട്ടിയില്ല. നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അല്ല കുമ്പിടി, ഈ കേരള ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞതുപോലെ ആകാശത്തുനിന്ന് എടുക്കാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു സിദ്ധ ഉണ്ടെങ്കിലോ? BJP വരണല്ലേ? കേന്ദ്രത്തിലെ സിദ്ധന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു പഞ്ഞവും BJP കാണിക്കാറില്ല. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആകാശത്തുനിന്ന് എടുക്കുന്ന സിദ്ധിനും ഉണ്ടാവും ചിലപ്പോ. ബീഹാറിന് കണ്ടില്ലേ? പ്രതീക്ഷിക്കാതെ ചൊരിഞ്ഞിട്ടിരിക്കുക സ്വാമിജി നിർമ്മലാജി. അല്ല നിർമ്മലാമ്മേ, അത് ഒരു കാര്യം തുറന്ന് ചോദിച്ചോട്ടെ, ഒന്നും വിചാരിക്കരുത്, വേറെ ആരും കേൾക്കണ്ട. നിങ്ങൾ കാട്ടിയത് ഒരുമാതിരി ചിറ്റമ്മ നയാട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഊഞ്ഞാല ഊഞ്ഞാല ആക്കി 73,000 കോടി ചോദിച്ചപ്പോ വെറും 32 കോടി തന്ന് മുറിവിലെ ഉപ്പ് അങ്ങോട്ട് പുരട്ടി. നിങ്ങളുടെ എച്ചിൽ തിന്നാൻ മാത്രം ഗതികേടിലല്ല കേരളം എന്ന് ഓർത്താൻ നന്ന്. ഞാൻ പറയുന്നതല്ല കേട്ടോ, നികുതി തരുന്ന ജനം പറയുന്നതാ. കിട്ടിയില്ലേ? അല്ല, നിങ്ങൾ കണ്ടല്ലേ, പടച്ചോനാണ് മുത്തുമോനെ ആരോട് പറയുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ, പ്രധാന ഭാഗമായ എല്ല് നമുക്കുള്ളതാ കേരളത്തിനെ. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിൽ ഏറ്റവും മികച്ച ബജറ്റുകളിൽ ഒന്നാണ് 2025 ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. എങ്ങനെയുണ്ട് സുരേന്ദ്രൻജി? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയായില്ലേ? ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോട്ടോ. അതാണ് പണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, കേട്ടില്ലേ? അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? 1 ഇരട്ടിയോ 2 ഇരട്ടിയോ അല്ല, 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. സുരയ്ക്ക് തൃപ്തിയായി. അല്ല, അതങ്ങനെയാണല്ലോ. യജമാനൻ ചവച്ചരച്ച് തുപ്പിയത് തിന്ന് ശീലിച്ചവർക്ക് ഒരു എല്ല് എന്നൊക്കെ പറഞ്ഞ സുഭിക്ഷ ഭക്ഷണാണ്. ആകെ കിട്ടിയിട്ട് ആ പാലക്കാട് നമ്മുടെ ജിക്ക് സന്തോഷായി. ഡ്രീം സ്വീറ്റ് ബഡ്ജറ്റ് എന്നാ മൂപ്പര് പറയണത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ബജറ്റുകളിൽ ഒന്നാണ്. അല്ലെങ്കിലും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയരുന്നെങ്കിലും അതെ, ഉള്ളി തിന്ന് തുള്ളിയ വള്ളിക്കളസം നാറും ചെയ്യേ. BJPക്ക് ഇനി ഇടത്തരക്കാരുടെ വോട്ടിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് ആവശ്യത്തിന് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് നിർമ്മലാജി. 12.25 ലക്ഷം വരെ വരുമാനമുള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് എന്ന്. ഒരു മിനിറ്റ് ഈ 12.25 75 പിന്നെ ഈ കണക്കുകൾ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ പിള്ളേച്ചാ. ഇന്ത്യയിലെ കണക്കിൽ ആകെ 140 കോടി ജനം ഉണ്ട്. ഇവരിൽ ആദായ നികുതിയിൽ വരുന്നത് വെറും 2%. ആ 2%ത്തിൽ 12.25 വരെ വരുമാനമുള്ളവർക്ക് ആണ് ഇളവുകൾ പ്രഖ്യാപിച്ചത്.
അപ്പോൾ ഈ 2% 12.75 വരെ ഉള്ളവർ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇടത്തരക്കാരിൽ നിന്നാണോ നിർമ്മലാജി പറഞ്ഞ ഈ ഇനത്തിൽ രാജ്യത്തിന് വരുമാനം ഉണ്ടാകുന്നത്? അയ്യോ കഷ്ടം. ഇവിടെ ഒന്നുമില്ല. പോകാൻ വരട്ടെ. കഴിഞ്ഞില്ല. ഇനി എന്തെങ്കിലും കിട്ടിയാലോ? ഇൻഷുറൻസ് കമ്പനികളിൽ 100% വിദേശ നിക്ഷേപം കൊണ്ടുവരത്രേ. കൊള്ളാം. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം വരുന്നതോടെ വിദേശ കമ്പനികൾ ആധിപത്യം ഉറപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇതൊന്നും നമ്മുടെ സംശയം, ബ്ലിങ്കിന്റെ സംശയമല്ല കേട്ടോ, നമ്മുടെ പൊതുജനത്തിന്റെ സംശയമാണ്. സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് തുല്യമാണ് ഈ 100% വിദേശ നിക്ഷേപം സാധ്യമാകുന്നതോടുകൂടി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ വിദേശ കമ്പനികൾ ഇൻഷുറൻസ് മേഖലയിലേക്ക് പിടിമുറുക്കുമ്പോഴേ നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ട പല അവകാശങ്ങളും നഷ്ടപ്പെടൂന്നൊരു ആശങ്ക ഇത് ബ്ലിങ്കിനുണ്ട്. അല്ല ധനമന്ത്രിയല്ലേ അത്? അല്ല ഇരിപ്പാട്ടോ. കഞ്ഞി വെപ്പാനോ അരിമണിയും കാണി വെറ്റമുറുക്കാൻ. ഇത് പണ്ടത്തെ ഒരു പാട്ടാ. നിങ്ങൾ കരയില്ലാന്ന്, പരിഹാരം ഉണ്ടാക്കാം. അതിരിക്കട്ടെ, നിങ്ങൾ എത്രയാ ചോദിച്ചേ? 24,000 കോടി. എന്നിട്ട് കിട്ടിയതോ? ഒന്നും കിട്ടിയില്ല അല്ലേ? വിഴിഞ്ഞോ? ഈ വയനാട് ദുരന്തോ? ഇല്ല. എയിംസ്? അതുമില്ല. റബ്ബർ താങ്ങുവില്ലേ? അതുമില്ല. ബഡ്ജറ്റിൽ ഒന്നും കിട്ടുന്നില്ല എന്ന് നിലവിളിക്കാതെ കിട്ടുന്നത് ഫണ്ട് വാങ്ങിയിട്ട് ചെലവഴിക്കാൻ പഠിക്കണം. നിക്ക് എന്നെ പൊങ്കോലയിടാൻ വരട്ടെ. ഞാനല്ല ഇത് പറഞ്ഞത്, നമ്മളെ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിൽ നിന്ന് പോയ വിദ്വാനില്ലേ സുരേഷ് ഗോപി, അങ്ങേര് പറഞ്ഞതാണ്. കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്, ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി. BJP-കാരനായതിനു ശേഷം ആദ്യമായിട്ടാ പൊള്ളയില്ലാത്തൊരു വാക്ക് കേട്ടത്. സമാധാനായി, ഇനി മരിച്ചാലും വേണ്ടൂല. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. വന്നൂലോ ക്ലോസറ്റ് ഭാഷ്യം. ഇപ്പൊ പറഞ്ഞ് നാവിങ് എടുത്തേ ഉള്ളൂ ഞാൻ. അപ്പോഴേക്കും വന്നു, പോയി, കയ്യിന്ന് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞത് നിങ്ങളോട് മിണ്ടണ്ടെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ അനുഭവിച്ചോ? അല്ല, ഈ ഉന്നത കുലജാതൻ സാറേ, നിങ്ങൾ തൃശ്ശൂരിങ് എടുത്തിട്ട് എന്തേനു കാര്യം? നിങ്ങളെ ഈ ഉന്നത കുലജാതൻ തന്നോ എന്തെങ്കിലും? സാറേ, സുരേഷ് ഗോപി സാറേ, ഈ ഉന്നത കുലജാതൻ ആരൊക്കെയാണെന്ന് പറയാവോ? ഈ കോണ കൊടുക്കുന്നവരോ അതോ പണ്ട് ഇരുട്ടിൻ്റെ മറവിൽ അടിയാളൻ്റെ ചെറ്റ പൊക്കി ആ ഉന്നത കുലജാതൻ്റെ കഴിവ് തെളിയിച്ച മൃഗന്മാരാണോ ഈ ഉന്നത കുലജാതന്മാർ? നിങ്ങളുടെയൊക്കെ ഉള്ളിലെ കീഴ്ജാതി പുച്ഛവും അവഗണനയും ഇതുവരെ തീർന്നില്ല അല്ലേ? ഹിന്ദുരാജ്യമാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഹിന്ദുദ്വാരണ പ്രക്രിയ പാർട്ടിയായ BJP-യിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന ജനസമൂഹം ഇല്ലേ സാറേ? സുരേഷ് ഗോപി സാറേ, നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. ഇങ്ങള് പൊട്ടനായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഈ BJP-യുടെ മൊത്തത്തിലുള്ള മനസ്സിലിരിപ്പേ അങ്ങോട്ട് പിടികിട്ടുന്നുണ്ട്. കേരളത്തിന് വേറൊരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, നമ്മളെ ജോർജ് കുര്യനെ. മൂപ്പര് പറഞ്ഞത് കേട്ടില്ലേ? കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പൊ കിട്ടും. കേരളം സൊമാലിയ ആണെന്ന് സമ്മതിച്ച എന്തെങ്കിലും കിട്ടൂന്ന്. അല്ല, അപ്പൊ നിങ്ങൾ കേരളത്തിലല്ലേ ജോർജ് സാറേ? അതോ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പൊട്ടി ഇങ്ങ് മുളച്ച് വന്നതാ? ബോധമില്ലാത്ത 2 കേന്ദ്രമന്ത്രിക്കിടയിൽ ബോധം തിരിച്ചു കിട്ടിയെന്ന് സംശയമുള്ള ഒരു മുഖ്യമന്ത്രിയെയും കണ്ടു കഴിഞ്ഞ ആഴ്ച. നമ്മളെ സ്ഫടിക ചേച്ചിനെ ഓർമ്മയില്ലേ? മുഖ്യമന്ത്രിന്റെ കാര്യം കേട്ടോ. സഖാവ് PP ദിവ്യ, നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരി. അവർക്ക് ജാഗ്രത കുറവുണ്ട് എന്ന് മുഖ്യൻ. താൻ ചെയ്യും കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂന്ന്. എന്ത് പറ്റി മുഖ്യന്? അല്ല, അങ്ങനെയല്ലല്ലോ മുഖ്യ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങൾ പറഞ്ഞത്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. തല്ലും തലോടലും ഒരേ കൈ കൊണ്ട്
അല്ല സഖാവേ, മുഴുവനായും തള്ളിയ ഈ പി ദിവ്യയുടെ കയ്യിൽ സഖാക്കൾക്കെതിരെ പൊട്ടിക്കാനുള്ള എന്തെങ്കിലും ബോംബുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന ഭയാണോ? അല്ല, ഇന്നത്തെ കാലാണേ ഈ ഹണി ട്രാപ്പൊക്കെ കയ്യിൽ എടുത്ത് പന്താടുന്ന സമയാട്ടോ. കാലം പോയ പോക്കെ എപ്പോഴാ തിരിഞ്ഞു കൊത്തുക എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ സിനിമാ നടൻ MLA മുകേഷിന്റെ കാര്യം അറിഞ്ഞില്ലേ? ലൈംഗിക അതിക്രമ കേസിൽ പെട്ടുപോയ ആളെ. എനിക്ക് തെറ്റിപ്പോയാശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? വനിതാ സഖാക്കന്മാരുടെ പ്രതികരണം വന്നുട്ടോ ഇങ്ങേർക്ക് വേണ്ടിയിട്ട്. തള്ളാനും കൊള്ളാനും വയ്യാതെ വിമ്മിഷ്ടപ്പെട്ട സഖാക്കളുടെ ഗത്യന്തരമില്ലാത്ത അഭിപ്രായം. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടുന്നത്. ധാർമ്മികമായി രാജിവെക്കണമോ എന്ന് മുകേഷ് തന്നെ അങ്ങോട്ട് തീരുമാനിക്കട്ടേന്ന് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിയാ പറഞ്ഞത്. ഈ വനിതാ സഖാക്കന്മാരുടെ ഒരു ഇരട്ട താപ്പുണ്ടല്ലോ, അതൊക്കെ ഈ പാർട്ടി സഖാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഊടുവഴികളാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ പറയുന്നതല്ല. ഇവരുടെ ഈ ഗതികേടെ പ്രശംസിക്കേണ്ടത് തന്നെയാണ്. പ്രശംസ വേറെ ഉണ്ട് കേട്ടോ. അത് നമ്മളെ വീണ ജോർജിനാണ്. ആതുര ശുശ്രൂഷ രംഗത്തെ മികവ് പുലർത്തിയതിന് മിക്കവാറും ഒരു അവാർഡ് കിട്ടാൻ വയ്യുണ്ട്. ഈ ആധുനിക നിലവാരമുള്ള കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ ഒന്നായ വൈക്കം താലൂക്ക് ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് വെച്ച് ഡീസൽ അങ്ങോട്ട് തീർന്നു പോയി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു ഓപ്പറേഷൻ വേണം. അതിന് ഒരു 11 വയസ്സുകാരൻ്റെ ഓപ്പറേഷൻ ആട്ടോ. ഈ അത്യാവശ്യ ഘട്ടമാണ്. ഡീസലില്ല, എന്ത് ചെയ്യും? വേറൊന്നും ആലോചിച്ചില്ല. എല്ലാവരും കൂടി അങ്ങ് നിന്ന് മൊബൈൽ അങ്ങ് ഓണാക്കി ആ മൊബൈൽ വെളിച്ചത്തിൽ എന്താക്കി സർജറി അങ്ങോട്ട് നടത്തി. ഇക്കാര്യത്തിനാണ് ഒരു പ്രത്യേക അവാർഡ് ഈ മാഡത്തിനെ കാത്തിരിക്കുന്നത്. നമ്മളെ വകുപ്പ് മന്ത്രിക്ക് അവാർഡ് കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ആതുര ശുശ്രൂഷാ രംഗം, ഹോസ്പിറ്റലൈസേഷൻസ് ഒക്കെ ഭയങ്കര ഒരു വൻ രീതിയിൽ ഉയർന്നു വന്നു. ഭയങ്കരമായ വളർച്ചയുണ്ടായി, വികസനത്തിൻ്റെ കൂട്ടിക്കുത്തിയിട്ടുണ്ട് എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ സംവിധാനമൊക്കെ നല്ലതാണ് മാഡം, നിങ്ങൾക്കങ്ങ് കിട്ടും ഒരു അവാർഡ്. ഇക്കാര്യത്തിൽ നിങ്ങളൊരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളത് ഒരു വേറെ സത്യമാണ്. അല്ല, മിണ്ടണ്ട, മിണ്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ട അവാർഡ് പോയാലോ. എന്നാൽ ബ്ലിങ്കു ഇനി ഒന്നും മിണ്ടുന്നില്ല. എന്നാലും അടുത്ത ആഴ്ച ബ്ലിങ്ക് വരും, കാണാം. ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു മോനെ.